നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം കൂടുതൽ ഊർജിതമാക്കി ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് UDF. അതിന്റെ ഘട്ടമായിട്ടാണ് ഇന്നലെ മലബാർ മേഖലയുടെ ഒരു പ്രചരണ ഉദ്ഘാടനം, ഒരു പൊതുയോഗം കോഴിക്കോട് കടപ്പുറത്ത് UDF സംഘടിപ്പിച്ചത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ, UDFന്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ആ പൊതുയോഗത്തിൽ പങ്കെടുത്തു. 10,000-കണക്കിന് ആളുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു പൊതുയോഗമാണ് ഇന്നലെ അവിടെ നടന്നത്. നേരത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആ യോഗം മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാന കോൺഗ്രസ് ഘടകങ്ങളും എല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് ഇന്നലെ രാവിലെ രാഹുലിന്റെ മാതാവായ സോണിയാഗാന്ധിക്ക് അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് യാത്ര റദ്ദാക്കേണ്ടി വന്നു. പകരം കോൺഗ്രസിന്റെ സമാരാധ്യനായ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയാണ് ആ റാലി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇന്നലെ എത്തിയത്. നേരെ അദ്ദേഹത്തെ ഈ റാലിയിലേക്ക് അല്ലെങ്കിൽ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല മുൻപ്. ഇത്തരത്തിലൊരു ആവശ്യം ഉണ്ടായപ്പോൾ, ഇത്തരത്തിലൊരു സന്നിഗ്ധ ഘട്ടമുണ്ടായപ്പോൾ അദ്ദേഹത്തെ ആ വിവരം ധരിപ്പിച്ചു KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ. ഉടൻ തന്നെ അദ്ദേഹം നേതാക്കളോട് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്, അതിന് പ്രശ്നമൊന്നുമില്ല, ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് കാര്യമാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ ആവശ്യമല്ലേ, UDFന്റെ ആവശ്യമല്ലേ, അതിന് താൻ എത്താം എന്ന് നേതാക്കളെ അങ്ങോട്ട് അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഉടനടി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കേരളത്തിലേക്ക് വൈകിട്ട് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയാണ് ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് UDFന്റെ ആ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ ജനനിബിഡമായിരുന്നു ആ ബീച്ച് കടപ്പുറം. എല്ലാം തന്നെ 10,000-കണക്കിന് UDFന്റെ പ്രവർത്തകർ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ അവിടുത്തെ വോട്ടർമാരും UDFന്റെ അണികളായിട്ടുള്ളവരും എല്ലാം ഈ ജാഥയിൽ അല്ലെങ്കിൽ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് വലിയ ആവേശത്തിലാണ് അവിടെ എത്തിയ ജനങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ റാലിയിൽ, ആ മഹാസമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളായിട്ടുള്ള 6 ഗ്യാരണ്ടികൾ ഒരിക്കൽ കൂടി അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നമുക്കറിയാം, മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പൊതുയോഗ യാത്ര മാർച്ച് 7-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ചപ്പോൾ ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് 6 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. മുൻപ് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് കോൺഗ്രസ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവയൊക്കെ തന്നെ അധികാരത്തിലെത്തിയ അവിടങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ 3 മാസങ്ങൾക്കകം നടപ്പിലാക്കുകയും ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൽ സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധി ആ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇന്നലെ മല്ലികാർജുന ഖാർഗെയും ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഇത് വെറുതെ ഒരു വാഗ്ദാനമല്ല, ഒരു പാഴ്വാക്കായിട്ട് ഇവയൊന്നും തന്നെ മാറുകയില്ല. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവയെ ഓരോന്നും നടപ്പിലാക്കാൻ കഴിയും. ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, എതിരാളികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും, കേരളത്തിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ചൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ UDFനെ പുച്ഛിക്കുമ്പോൾ മല്ലികാർജുൻ ഖാർഗെ അവർക്ക് മറുപടി കൊടുക്കുന്നത്, ഇതൊന്നും പാഴ്വാഗ്ദാനങ്ങളായിട്ട് മാറില്ല, വെറും വാഗ്ദാനങ്ങളായിട്ടോ പ്രഖ്യാപനങ്ങളായിട്ടോ മാറില്ല, മറിച്ച് സമയബന്ധിതമായിട്ട് ഇവയൊക്കെ തന്നെയും ഓരോന്നായിട്ട് നടപ്പിലാക്കും, അതിന് തങ്ങൾ വഴി കണ്ടിട്ടുണ്ട് എന്ന് ഖാർഗെയും പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ 6 ഗ്യാരണ്ടികൾ എന്നത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടി ആയിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതായത് KSRTC ബസ്സുകളിൽ ഇനി എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ കഴിയും. അവർക്ക് 5 പൈസയുടെ പോലും ചിലവുണ്ടാകില്ല. അത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. കാരണം അവർക്ക് പലയിടങ്ങളിൽ യാത്ര പോവേണ്ട പല ആവശ്യങ്ങളുമുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കൊക്കെ തന്നെ സ്വന്തമായിട്ട് കയ്യിൽ നിന്നും പണം മുടക്കാതെ തന്നെ KSRTC ബസ്സുകളിൽ ദീർഘദൂര യാത്രകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ ആശ്വാസമല്ല നൽകുന്നത്. ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും എന്നൊരു വാഗ്ദാനവും അതുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവുമായിട്ടുള്ള
ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി, അത് പ്രകാരം ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് കോൺഗ്രസ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്, കോൺഗ്രസ് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നത് അതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം അത് ഈ ക്ഷേമ പെൻഷനുകളാണ്. നിലവിൽ അത് ക്ഷേമ പെൻഷൻ ഓരോ മാസവും കിട്ടുന്നത് 2000 രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 2500 രൂപയാക്കി തങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിപ്പോൾ 10 വർഷം കഴിയുമ്പോഴും അവരാകെ വർദ്ധിപ്പിച്ചത് വെറും 400 രൂപയാണ്. ആ 400 രൂപ തന്നെ വർദ്ധിപ്പിച്ചത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം, അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വീഴ്ത്താം എന്ന് കരുതിയുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. പക്ഷേ അതൊന്നും തന്നെ വിലപ്പോയില്ല. ജനങ്ങളൊന്നും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ വീണില്ല. വലിയ തിരിച്ചടി ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയാണ് അവർ 1600 നിന്നും 2000-ലേക്ക് ക്ഷേമ പെൻഷൻ മാറ്റുന്നത്. ആ ക്ഷേമ പെൻഷൻ നിലവിലുള്ള 2000-ൽ നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന സുപ്രധാന ഒരു പ്രഖ്യാപനവും ഈ ഇന്ദിരാ ഗ്യാരണ്ടികളിലുണ്ട്. അത് ഈ പറയുന്ന പോലെ ഓരോ വീടുകളിലെയും ഈ പറയുന്ന പ്രായമായവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. 3000 രൂപ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ മാസവും കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു ഘടകമായിട്ട് മാറും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ വയോജനങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വയോജനങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. പല വീടുകളിലും അവരെ നോക്കാൻ ആളില്ല. നമുക്കറിയാം, പല വീടുകളിലെയും അമ്മമാരും പ്രായമായവരൊക്കെ തന്നെയും മക്കളെ കൊണ്ട് നോക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ദുരിതം അനുഭവിക്കുന്നതൊക്കെ തന്നെ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുമൊക്കെയായിട്ട് പുതിയ ഒരു വകുപ്പ് തന്നെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ വകുപ്പ് രൂപീകരിക്കും, വകുപ്പ് തുടങ്ങും തങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്യാരണ്ടി. ഒപ്പം തന്നെ യുവാക്കളെ സംബന്ധിച്ച്, യുവജനങ്ങളെ സംബന്ധിച്ച്, തൊഴിൽ രഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ആവേശം നൽകുന്ന, അവർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. അത് ഈ പറയുന്ന യുവജനങ്ങൾക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്, ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പലിശരഹിതമായിട്ട് 5 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കും എന്നതാണ്. അത്തരത്തിലുള്ള 6 നിർണായക ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഗ്യാരണ്ടികളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെയും ആവർത്തിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണവും കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു ബസ്സാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ഒരു ബസ് പ്രചരണത്തിനായിട്ട് കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനായി ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് ആ ബസ്സിന് പേരിട്ടിരിക്കുന്നത്. ആ ബസ് കേരളത്തിലെ 14 ജില്ലകളിലെയും 140 മണ്ഡലങ്ങളിലുമായിട്ട് പ്രചരണം നടത്തും. ആ ബസ്സിൽ ഈ പറയുന്ന പോലെ 6 ഗ്യാരണ്ടികളും പലയിടങ്ങളിലായിട്ട് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി, ഒപ്പം സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ അതിനകത്തുണ്ട്. കൂടാതെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം, അതിന്റെ വാചകങ്ങൾ, ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിയുടെ ചിത്രവും അവിടെ ബസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 38 സീറ്റുള്ള ഒരു ബസ്സാണ്. ഇന്നലെ അതിന്റെ ആദ്യ യാത്രയിൽ ഈ പറയുന്ന ആരോഗ്യ വകുപ്പിന്റെ വീഴ്ച അതിന്റെ ഇരയായിട്ട് മാറിയിട്ടുള്ള KK ഹർഷീന ഉൾപ്പെടെയുള്ള പ്രമുഖര് ഇന്നലെ ആ യാത്രയിൽ പങ്കെടുത്തു. ഈ ബസിന്റെ ആദ്യ യാത്രയിൽ പങ്കെടുത്തു. ആ യാത്ര വലിയൊരു വിജയകരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ബസ് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ, 14 ജില്ലകളിലും വിവിധ ഇടങ്ങളിലായിട്ട് പര്യടനം നടത്തും. അത് ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ ഈ 6 ഗ്യാരണ്ടികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ബസിന്റെ പ്രചരണത്തിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മഹാസമ്മേളനമാണ് ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് നടന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള LDF സർക്കാരിനെതിരായിട്ടുള്ള കടന്നാക്രമണം ഖാർഗെ നടത്തി. മുൻപ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ, അല്ലെങ്കിൽ കേരളത്തിലെ UDF നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള CPM BJP ഡീൽ എന്ന് പറയുന്ന ആരോപണം വളരെ ശക്തമായിട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഖാർഗെ ആവർത്തിച്ച് ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഡൽഹിയിലായിരുന്നുവെങ്കിലും അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹവും കേരളത്തിലെ CPM കേന്ദ്രത്തിലെ BJP തമ്മിലുള്ള ഡീലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ട് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടു. എന്തായാലും കേരളത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെ നടത്തിയത്. അത് വലിയ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിലെമ്പാടും
ഈ ഒരു ഊർജ്ജം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് UDF ലക്ഷ്യമിടുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ പ്രചരണത്തിനായിട്ട് എത്തുന്നുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ രാഹുലിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ തന്നെ റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വരും ദിനങ്ങളിൽ UDFന്റെ പ്രചരണത്തിന് കൂടുതൽ ആവേശം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇന്നലെ ഈ കോഴിക്കോട് നടത്തിയ ഈ മഹാസമ്മേളനം അത് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വലിയ രീതിയിൽ UDFന് ആവേശം തീർത്തിട്ടുണ്ട്. വലിയ രീതിയിൽ UDFന് അവിടെ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു തരംഗം ഈ ജാഥ അല്ലെങ്കിൽ ഈ മഹാസമ്മേളനം തീർത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.